സെൽവമണി സെൽവരാജ്, തമിഴ് പ്രഭ എന്നിവർ തിരക്കഥ എഴുതി സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ. റാണ ദഗ്ബതിയും ദുൽഖറും ഒക്കെ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ദുൽഖർ സൽമാൻ, റാണ ദഗ്ബതി, സമുദ്രകനി, ഭാഗ്യശ്രീ ബോസ് തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് റിലീസായിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമ കാന്ത തിയേറ്ററിൽ പോയി കണ്ടു. ഒരു നിറഞ്ഞ സദസ്സിലിരുന്നിട്ടാണ് സിനിമ കണ്ടത്. സംഭവം ട്രെയിലറിൽ നമ്മൾ കാണുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു സംവിധായകൻ, അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർത്തി താരമാക്കിയെടുത്ത ഒരു അഭിനേതാവ്, പക്ഷേ വളർന്ന് വലുതായി കഴിയുമ്പോഴേക്കും അയാളെ ഈ സംവിധായകൻ തന്നെ വിമർശിക്കുന്നു. അയാൾക്ക് അതിൻ്റെതായിട്ടുള്ള ഈഗോയും കോംപ്ലക്സും കാര്യങ്ങളും, ഈ സംവിധായകൻ അയാളുടേതായിട്ടുള്ള കോംപ്ലക്സ്, അങ്ങനെ രണ്ടുപേരും തമ്മിൽ വഴക്കിട്ടിരിക്കുമ്പോൾ അവർ ഒരുമിച്ച് ഒരു സിനിമ കൂടി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ വെച്ച് നമ്മൾ നായികയും കൂടി കാണുന്നു. പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. സിനിമയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ ഇറ്റ്സ് പ്രെഡിക്റ്റബിൾ. വളരെ അധികം ക്ലീഷേഡ് ആയിട്ടുള്ള സീനുകളുണ്ട്. ഒരല്പം സ്ലോ പേസിൽ പയ്യെ പോകുന്ന പോലെയാണ് സിനിമ പോകുന്നത്. VFX ചെയ്തിരിക്കുന്നതും പിന്നെ ഒരു സ്റ്റുഡിയോ സെറ്റ് ഇട്ട് ചെയ്തിരിക്കുന്നതും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എവിഡൻ്റ് ആയിട്ട് മനസ്സിലാവും. ചിലയിടങ്ങളിലെങ്കിലും ഒരു നാടകത്തിൻ്റെ ഫീലിലേക്ക് പോകുന്നില്ലേ എന്ന് നമുക്ക് സംശയം തോന്നും. പക്ഷേ സിനിമയുടെ ക്ലൈമാക്സ് ഒരു രക്ഷയില്ലാത്തൊരു ഗംഭീര ക്ലൈമാക്സ് ആയിരുന്നു. പ്രകടനങ്ങൾ കൊണ്ട് അതിഗംഭീരമാവുന്ന ഒരു ക്ലൈമാക്സ് ആയിരുന്നു അത്. ക്ലൈമാക്സിലടക്കം നമ്മൾ പെർഫോമൻസുകൾ എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. ആ ഒരു സൈഡിൽ നമുക്കൊന്നും പറയാനില്ല. ഗംഭീര ഒരു ഫീല് തന്നിട്ടാണ് നമ്മളെ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് സിനിമ വിടുന്നത്. നമുക്കിപ്പോൾ അതുപോലെ പോസിറ്റീവ്സ് നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് അത് ദുൽഖർ സൽമാനാണ്. എന്ത് ഗംഭീരമായിട്ടാണ് പുള്ളി ആ കിട്ടിയിട്ടുള്ള ക്യാരക്ടറിനെ ചെയ്തിരിക്കുന്നതെന്ന് അറിയോ. എന്ന് വെച്ചാൽ ദുൽഖറിൻ്റെ കയ്യിലാണ് സിനിമ എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. അത്രയും പുള്ളിക്ക് ചെയ്യാനുണ്ട്. അദ്ദേഹം ഒരു ആക്ടറാണ്, സിനിമയിൽ അദ്ദേഹം ഒരു ആക്ടറാണ്. പക്ഷേ അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് ഉണ്ട്. ഒരു വളരാൻ ആഗ്രഹിക്കുന്ന അഭിനേതാവുണ്ട്, തിരുത്തലുകൾ നടത്തി മുന്നോട്ട് വരുന്നൊരു അഭിനേതാവ്. അയാളുടെ തന്നെ ഡിഫറെൻറ്റ് സ്റ്റേജസ് നമ്മൾ കാണുന്നുണ്ട്. അഹങ്കാരം കൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റാതിരിക്കുന്ന, അല്ലെങ്കിൽ പെർഫോമൻസ് പോരാന്ന് പറയുന്ന അതും പുള്ളി ചെയ്യണം, അതിഗംഭീരമായ പ്രകടനവും പുള്ളി ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഇയാൾ തന്നെയാണ് ചെയ്യുന്നത്. ഈ ബാക്കിയുള്ളവർക്ക് പറഞ്ഞാൽ മതി പുള്ളിയാണുള്ളത് ചെയ്യേണ്ടതെന്ന് പറയുന്ന പോലെ അങ്ങനെ ചെയ്തു വെക്കാനുള്ളത് മുഴുവൻ ഗംഭീരമായിട്ട്. അയാളുടെ പ്രണയം, അയാളുടെ പക, അയാളുടെ കുറ്റബോധം. ഒരു പെർട്ടിക്കുലർ സീനിൽ നമ്മളിത് വളരെ കുറച്ച് അഭിനേതാക്കളിൽ മാത്രം കാണുന്നതുകൊണ്ടാണ് പറയുന്നത്, ഈ ഫുൾ ബോഡി അഭിനയിക്കുക എന്ന് പറയില്ലേ. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സീൻ എനിക്ക് ഭയങ്കര കുറ്റബോധം വന്നിട്ട് ഞാൻ നിങ്ങളോടിരുന്ന് സംസാരിക്കുകയാണ്. ആ സംസാരത്തിൽ എൻ്റെ കുറ്റബോധം അതിതീവ്രമാണെങ്കിൽ, നമ്മളിപ്പോൾ സാധാരണ ഒരാൾ അഭിനയിക്കുകയാണെങ്കിൽ മുഖം കൊണ്ട് കുറ്റബോധമൊക്കെ അഭിനയിച്ചൊക്കെ മരിക്കാൻ പറ്റും. പക്ഷേ ഇത് ശരിക്കും ഉള്ളിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ ബോഡിയൊക്കെ ഷിവർ ചെയ്യും. ആ സംഭവം എല്ലാം വരുന്നത് പോലെ ദുൽഖർ വേറെ റേഞ്ചിൽ ചെയ്തു വെച്ചേക്കാം. ഞാനൊരു സീനിൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന പോലെ അത്രയും ഗംഭീരമായിട്ട് ദുൽഖർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ ആ കണ്ണട എടുത്ത് വെച്ചിട്ടുള്ളൊരു ഡയലോഗൊക്കെ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, നിങ്ങൾ സിനിമ കാണുന്ന സമയത്ത് മനസ്സിലാക്കിയാൽ മതി. ഗംഭീര പ്രകടനം എന്ന് വെച്ചാൽ ദുൽഖർ അർമാദികയായിരുന്നു, അഴിഞ്ഞാടുകയായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ അയക്ക് നിന്ന് പെർഫോം ചെയ്യാനുള്ള സ്പേസ് സിനിമയ്ക്കുണ്ട്. ആ സ്പേസ് കൊടുക്കലിൻ്റെ ഭാഗമായിട്ടാണ് സിനിമയ്ക്ക് ഒരല്പം ലെങ്ത്ത് കൂടുതലുള്ളത് പോലെ തോന്നുക. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇച്ചിരി ഇങ്ങനെയുള്ള സീനുകളൊക്കെ നമ്മളിതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് പ്രണയമാണ്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമുക്കിത് മുന്നോട്ട് പോകാത്ത പോലെ തോന്നും. പക്ഷേ ടുവേർഡ്സ് എ ക്ലൈമാക്സ് വരുമ്പോഴാണ് ഇതിൻ്റെ ഡെപ്ത്ത് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ക്യാരക്ടറിൻ്റെ ഡെപ്ത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സീനുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കിട്ടിയ അവസരം മുഴുവൻ അതിഗംഭീരമായിട്ട് ഉപയോഗിക്കുന്നത് ദുൽഖർ സൽമാനെ നമ്മൾ കാണുന്നു. സമുദ്രകനി, ഈ ദുൽഖർ വേഴ്സസ് സമുദ്രകനി, അവരുടെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള TK മഹാദേവൻ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറും അയ്യ എന്ന് വിളിക്കുന്ന ഈ ഡയറക്ടറും ഇവർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് എന്നൊക്കെ പറയുന്നത് ചില സമയത്ത് നമുക്ക് തോന്നി എന്തോന്നിത് എന്ന് തോന്നും. പക്ഷേ ഇവിടെ ഒരു കുറച്ചും കൂടി ഒരു ഈവിൾ സൈഡിലേക്ക് വരുന്നത് ഈ പറയുന്ന ഡയറക്ടറാണ്. എന്നാൽ അയാളുടെ പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് അയാളുടെ ഭാഗത്ത് ന്യായമുള്ളത് പോലെ തോന്നും. അപ്പോൾ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതിനെ അതിഗംഭീരമായിട്ട് സമുദ്രകനി പെർഫോം ചെയ്ത് ഫലിപ്പിച്ചിട്ടുണ്ട്. അതും ഈ പറയുന്ന പോലെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ലാത്ത പരിപാടിയാണ്. ഭാഗ്യശ്രീ ബോസിലേക്ക് വരുമ്പോൾ എനിക്ക് ലുക്ക് കൊണ്ട് അവരൊരു പഴയ അഭിനേത്രിയുടെ ആ ഒരു സംഭവത്തിലേക്ക് വരുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എവിടെയോ ഒരു അഭിനയിക്കാൻ വേണ്ടി അഭിനയിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. വെച്ചാൽ സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നതല്ല, അല്ലാതെയുള്ള അവരുടെ പെർഫോമൻസിൽ എനിക്കൊരു അഭിനയിക്കൽ സംഭവം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ക്യാരക്ടർ എട്ടും പൊട്ടും തിരിയാത്ത ഒരാൾ കാലഘട്ടത്തിൽ ഒരാൾ സഹായിച്ച് ഒരു ജീവിതം കൊടുക്കുന്നു എന്ന് പറയുന്ന പോലെ വിളിച്ചുകൊണ്ടൊന്ന് സിനിമയുടെ ഭാഗമാക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആയിരിക്കാം. പക്ഷേ എനിക്ക് എവിടെയൊക്കെ ഒരു അഭിനയിക്കൽ ഫീൽ ഉണ്ടായിരുന്നു. റാണ ദഗ്ബതി, അദ്ദേഹം സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴാണ് വരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനാണ് ദേവരാജ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അപ്പം നമ്മൾ ഈ സിനിമകളിൽ കാണുന്ന ഓരോ കാലഘട്ടത്തിലും നമ്മൾ
ഓരോ സിനിമകളും അതുപോലെ ക്യാരക്ടേഴ്സൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇന്നിപ്പോൾ നമ്മളൊരു പോലീസുകാരനെ നോക്കാനാണെങ്കിൽ അയാളുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ കണ്ടിട്ടുള്ള പോലീസ് സിനിമകളൊക്കെ അയാളുടെ നടത്തത്തിലും നിപ്പിലും സംസാരത്തിലൊക്കെ അയാളെ സ്വാധീനിച്ചേക്കാം. എന്ന് പറയുന്ന പോലെ ആ കാലഘട്ടത്തിൽ ഒരു പോലീസുകാരൻ, വളരെ സ്മാർട്ടായിട്ടുള്ളൊരു പോലീസുകാരൻ എന്ന് പറയുമ്പോൾ അയാൾ കണ്ടിട്ടുണ്ടാവാനിടയുള്ള സിനിമകളും വായിച്ചിട്ടുള്ള നോവലുകളൊക്കെ അയാളുടെ സ്വഭാവത്തിനെയും ഡയലോഗ് ഡെലിവറിയൊക്കെ സ്വാധീനിക്കാമല്ലോ. അപ്പോൾ അത് കറക്റ്റ് ഒരു മീറ്ററിൽ തന്നെ പുള്ളി പെർഫോം ചെയ്തതായിട്ട് തോന്നി. മാർട്ടിൻ പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. ഈ സ്റ്റുഡിയോയുടെ ഒരു തമിഴ് സ്റ്റുഡിയോയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ സ്റ്റുഡിയോയുടെ ഓണറായിട്ട് ചെയ്തിരിക്കുന്നത് രവീന്ദ്ര വിജയ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്. പുള്ളി ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ കാലഘട്ടം അതിൻ്റെ സ്കെയിലൊക്കെ എന്ത് പ്രോപ്പറായിട്ടാണ് മച്ചാൻ അതിങ്ങനെ കൊണ്ടുവരികണമെന്നറിയോ. ഞാൻ മച്ചാൻ എന്നൊക്കെ എൻ്റെ ഒരു സ്നേഹക്കൂടുതലുകൊണ്ട് വിളിക്കുന്നതാണ്. എടുത്തു പറയേണ്ട ഒരു പ്രകടനം എനിക്ക് ഫീൽ ചെയ്തത് ഇതിനകത്ത് ഗായത്രി ശങ്കർ ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഇതിൽ ദുൽഖർ അവതരിപ്പിക്കുന്ന ടി കെ മഹാദേവൻ്റെ ഭാര്യ കഥാപാത്രമാണ്. അവർ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു കിങ് മേക്കർ ആയിട്ടുള്ള ഒരാളുടെ മകളാണ്. ആ പെൺകുട്ടിക്ക് ഇയാളോട് തോന്നിയ പ്രേമത്തിൻ്റെ ഫലമായിട്ടാണ് ഇയാൾ ഇത്രയും വലിയൊരു സ്റ്റാറായിട്ടും കൂടി മാറുന്നത്. അപ്പോൾ ആ ഭാര്യ കഥാപാത്രം, അവരുടെ ഒരു സ്ട്രെങ്ത്, അവർ ഇയാളെ റീഡ് ചെയ്യുന്നൊരു രീതി, അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് അവർ ഭയങ്കര പവർഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ല പവർഫുൾ പെർഫോമൻസ് എന്ന് പറയുന്ന പോലെ ഗംഭീരമായിട്ട് പുള്ളിക്കാരി ആ വേഷം ചെയ്തിട്ടുണ്ട്. അവരൊരു ഗംഭീര അഭിനേത്രിയാണ്. കിട്ടിയ എല്ലാ വേഷങ്ങളും അതിമനോഹരമായി ചെയ്തിട്ടുള്ള ഒരു അഭിനേത്രിയാണ്. ഈ സിനിമയിലും ഒട്ടും തന്നെ കുറച്ചിട്ടില്ല. അതിലൊരു സീനുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇരുന്ന കസേരയിൽ നിന്ന് ഭാര്യ എണീറ്റ് മാറുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന ഈ പുതുമുഖ നായിക എന്ന് പറയുന്ന ഒരു സിംഗിൾ സാധനമാണ്. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്, കുറേ ഷോട്ടുകൾ. ഇവർ ഈ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഷിഫ്റ്റ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ക്യാരക്ടേഴ്സിൻ്റെ ഉള്ളിലുള്ള ചിന്തകളെ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതങ്ങനെ വായിച്ചു പോകാനാണെങ്കിൽ കുറേ രസമുള്ള പരിപാടികളുണ്ട്. രണ്ടാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ വിഷ്വൽസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ VFX ആണ്, സ്റ്റുഡിയോയിൽ സെറ്റിട്ട് ചെയ്യുന്നതാണ് എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുമ്പോഴും സിനിമ എന്ന് പറയുന്നത് ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ വിശ്വസിപ്പിക്കുന്നുണ്ട്. അതായത് കുറേ VFXും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല. ഈ സിനിമയിൽ ഇങ്ങനത്തെ കുറച്ച് ഷോട്ടുകൾ വേണം, അത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അങ്ങനെ അവർ ചെയ്തു. അത് ആ കാലഘട്ടത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതുകൊണ്ടും ഈ ഓവർഡു ചെയ്ത് നശിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഭയങ്കര മോശമായിട്ടുമില്ല. കഥയ്ക്ക് എന്താണോ ആവശ്യം അത് പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ്. സിനിമ കണ്ട് മുഴുകി കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുപോകും. അത്രയും ഈ പറയുന്ന മേക്ക് ബിലീഫ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വിഷ്വൽ സൈഡിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കാലഘട്ടം, സിനിമ നടക്കുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ അതിനോട് നീതി പുലർത്താൻ വേണ്ടിയിട്ട് അവരവിടെ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും, ഇൻക്ലൂഡിങ് കാറുകളാണെങ്കിലും കോസ്റ്റ്യൂംസ് ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും ഇവരുടെ മുറിയിലിരിക്കുന്ന ഓരോരോ കുഞ്ഞു സാധനങ്ങളാണെങ്കിൽ പോലും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആർട്ട്, മേക്കപ്പ്, കോസ്റ്റ്യൂം എല്ലാവരും അതിഗംഭീരമായിട്ട് വർക്ക് ചെയ്യും. നല്ല വിഷ്വലൈസേഷനും അതിൻ്റെ പ്രോപ്പർ ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കൂടി ചേരുമ്പോഴാണ് ഇതിൻ്റെ വിഷ്വൽ ഇത്രയും ഗംഭീരമായിട്ട് നമുക്ക് അനുഭവപ്പെടുക. അതിഗംഭീരമായിരുന്നു. പിന്നെ സിനിമ നമ്മൾ കാണുമ്പോൾ അത് കളർ സിനിമയാണ്. പക്ഷേ സിനിമയ്ക്കുള്ളിലെ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. സിനിമയ്ക്കുള്ളിലെ പാസ്റ്റും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതിൻ്റെ ഒരു കളറിങ്ങും പരിപാടികളൊക്കെ വരുന്നുണ്ട്. അത് കുറേ കൂടി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമുക്ക് എവിടെ ഒരു ജമ്പ് ഫീൽ ചെയ്യുക, അല്ല ഇവിടെ ഇപ്പോൾ ആസ്പെക്ട് റേഷ്യോ മാറിപ്പോയല്ലോ, ഇവിടെ ഇങ്ങനെയാണല്ലോ, അടുത്ത കട്ടിൽ ഇങ്ങനെയാണല്ലോ എന്ന് പറയുന്ന പോലെ ഒന്നുമല്ല. അത് ഇമോഷണലി എങ്ങനെയാണോ നമ്മളോട് സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ്. എസ്പെഷ്യലി ടുവേർഡ്സ് ദ ക്ലൈമാക്സ് ആ ഒരു ഷിഫ്റ്റ് ഉണ്ട്. നമ്മൾ ഈ പറയുന്ന പഴയ സിനിമകൾ കാണുന്ന ആസ്പെക്ട് റേഷ്യോയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് മാറിയിട്ട് പെട്ടെന്ന് ഈ സിനിമ നടക്കുന്ന ആ പ്രസന്റിലേക്ക് അവരൊരു കളർ ഇതിലേക്ക് വരും. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് എടുത്തെടുത്ത് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ പറയേണ്ടത് മ്യൂസിക്കാണ്. സോ ഗുഡ് എന്ന് ഞാൻ ചുരുക്കി പറയാം എന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ പാട്ടുകൾ ചെയ്തിട്ടുള്ളത് ജാനു ചാന്താറാണ്. ആൻഡ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജെയ്ക്സ് ബിജോയാണ്. രണ്ടും നന്നായിരുന്നു. പാട്ടുകൾ കേൾക്കാൻ നല്ല സുഖമായിരുന്നു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമല്ല, ഞാൻ മൊത്തം ഇതിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് പറയും. അതുപോലെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചതും എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ളതായിട്ടുള്ളൊരു കാര്യം, ഈ പഴയ ഇതുപോലത്തെ സ്റ്റുഡിയോസ് ഉണ്ടല്ലോ, സിനിമ സ്റ്റുഡിയോസ്, അവിടെയൊക്കെ തുടർന്ന് പോന്നിരുന്നൊരു വലിയ ഹൈറാർക്കി ഉണ്ടായിരുന്നു. അതായത് ആ സ്റ്റുഡിയോയുടെ മുതലാളി എന്ന് പറഞ്ഞാൽ എല്ലാവരും അയാളെ മുതലാളി എന്നാണ് വിളിക്കുക. ഒരു സ്റ്റാർ ഒരു പരിധിക്ക് മുകളിൽ വളർന്നു കഴിയുമ്പോഴാണ് ആ സ്റ്റാറിനെ ഈ പറയുന്ന മുതലാളി ഒരു വലിയ ബഹുമാനത്തോടുകൂടി നോക്കി കാണുക, മുതലാളിയുടെ അടുത്ത് പേരെടുത്ത് സംസാരിക്കുക പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുക. അവിടെയുള്ള ജോലിക്കാരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും മറ്റേ കാക്കി കളറ് നിക്കറും ഷർട്ടും എന്ന് പറയുന്ന ഒരു യൂണിഫോം ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അതുപോലെ ഓരോ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വണങ്ങി അപേക്ഷിച്ച്, ഞാൻ തമിഴ്നാട് ഹെഡ് ഓഫീസ് ആയിട്ടുള്ളൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത സമയത്ത് അവിടെ പോയപ്പോൾ എനിക്ക് ഇപ്പോഴും ആ ഹൈറാർക്കിക്ക് അവർ തുടരുന്നുണ്ടോ എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ മാനേജർ ലെവലിലുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഇവരിടുന്ന ഭവ്യത കാണുമ്പോഴേ, അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഈ പറയുന്ന ഒരു സ്റ്റുഡിയോയുടെ കൾച്ചറിൻ്റെ സംഭവങ്ങളും എല്ലാം നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. അതിന് ഏറ്റവും വലിയ പോസിറ്റീവ് ഇതിൻ്റെ
ക്ലൈമാക്സ് ആണ്. ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പെർഫോമൻസ് വൈസ് നമുക്കൊന്നും പറയാനില്ല. അതിഗംഭീര പ്രകടനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുക്കാം. എന്നാൽ അതേസമയം ഭയങ്കര ട്വിസ്റ്റും ടേണും ഒക്കെയുള്ള മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇട്ട് പൊളിച്ചടുക്കിക്കൊണ്ട് ഭയങ്കര മാസ്മരികമായ എന്തൊക്കെയോ എന്ന് പറയുന്ന പോലെ അതിഗംഭീര പ്രകടനങ്ങൾ കാണാൻ വേണ്ടി, നല്ല അഭിനയ പ്രാധാന്യമുള്ള മുഹൂർത്തങ്ങൾ കാണാൻ വേണ്ടിയിട്ട് തീർച്ചയായും നമുക്ക് കാണാവുന്ന സിനിമയാണ് കാന്ത. പക്ഷേ കാന്തയ്ക്ക് ഒരു ചെറിയ ഇഴച്ചിൽ സമയമുണ്ട്. കാരണം സിമിലർ ആയിട്ടുള്ള സീനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിങ്ങനെയാണ് സംഭവിക്കുക, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാര്യം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ഏതൊക്കെയോ സിനിമകളുടെ കഥകൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന പോലെയുണ്ട്. സിനിമ കഴിയുമ്പോൾ അവർ കുറേ സംവിധായകർക്ക് ഒരു ട്രിബ്യൂട്ട് പോലെയൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അവരുടെയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള പല സിനിമകളിലെയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതിലൊരു പോലീസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഭയങ്കര പ്രഡിക്റ്റബിൾ ആണെന്ന് ഇട്ടിട്ട് വലിപ്പിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു. പക്ഷേ ആ ക്ലൈമാക്സിൽ കുറച്ച് സമയം കൊണ്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിപ്പോയി. ഞാൻ അങ്ങ് നിറഞ്ഞു. ബാക്കിയുള്ള അത്രയും സമയം ഞാൻ ഇങ്ങനെ ബോറടിച്ചു, എനിക്ക് നീളക്കൂടുതലുള്ളതുപോലെയൊക്കെ തോന്നി. പക്ഷേ ക്ലൈമാക്സ് കണ്ടപ്പോൾ മോനെ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീല്. അതാണ് ഈ സിനിമയെക്കുറിച്ച് എൻ്റെ അഭിപ്രായം. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓരോ സിനിമയും തിയേറ്ററിൽ കണ്ട് വിലയിരുത്തപ്പെടേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും ഒക്കെ പരിഗണിക്കുക. അപ്പോൾ ശരി.